നേരിട്ട് കാണാനുള്ള സാഹചര്യം ഞങ്ങൾക്കുണ്ടായി. കേരളത്തിൽ പാർട്ടി നടത്തിയ ന്യൂസ് പേപ്പർ ചലഞ്ച് അടക്കമുള്ള സംവിധാനത്തിലൂടെ സമാഹരിച്ച തുക ഇങ്ങനെ ദുരന്തത്തിൽപ്പെട്ട് അനാഥമാക്കപ്പെട്ട ചില കുഞ്ഞുങ്ങൾക്ക് അവരുടെ പേരോ അവരുടെ നാളോ അവരുടെ പണമോ രാഷ്ട്രീയമായി ഉപയോഗിക്കാത്ത രീതിയിൽ തീർത്തും സ്വകാര്യമായ ഒരു സംവിധാനത്തിലൂടെ നിങ്ങൾ കൈമാറി, ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരു ചെറിയ തുക കൈമാറി. അപ്പൊ എന്റെ മുമ്പിലേക്ക് അവിടെ ഞാൻ മനസ്സിലാക്കുന്ന ഒരാൾ പോലും അതിന്റെ ഫോട്ടോ എടുത്തിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കൃത്യമായ ഇൻസ്ട്രക്ഷൻ ആയിരുന്നു, ഒറ്റ ഫോട്ടോയും എടുത്ത് പബ്ലിഷ് ചെയ്യാൻ പാടില്ല. നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടുണ്ട് ധനസഹായം കൊടുക്കും പള്ളിയിൽ നിന്നൊക്കെ വീട് വെച്ച്. ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും. ഈയിടയ്ക്ക് അച്ഛൻ ഒരു യൂട്യൂബിൽ പറഞ്ഞു, രസകരമായിരുന്നു. അച്ഛൻ പറഞ്ഞത് വീട് ഇല്ലാത്തവന് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയിട്ട് വീട് വെച്ചു കൊടുത്ത് ഫ്ലക്സ് ഉണ്ട്. സത്യത്തിൽ അവൻ ഈ വീടില്ലാത്തതിന് നാണക്കേട് കാരണം ഇത് ആരോടും പറയാതിരിക്കുകയായിരുന്നു. മനുഷ്യനങ്ങനെയല്ലേ, അഭിമാനം എന്ന് പറയുന്നത് വലുതല്ലേ. അപ്പൊ ആരെങ്കിലും ഒക്കെ അറിഞ്ഞതിന് ശേഷമായിരിക്കും ഏതെങ്കിലും സംഘടനയിലോ അല്ലെങ്കിൽ പള്ളിയിലോ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും സന്നദ്ധ സംഘടനകളിൽ പോയി ഇന്ന് അവർക്ക് വീടില്ല എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഒരു പള്ളി വെച്ചൻ പ്രസംഗിച്ചിട്ട് പറയുകയാണ്, അദ്ദേഹം കൊടുത്ത സന്ദേശം വളരെ മനോഹരം. അദ്ദേഹം പറഞ്ഞത്, വീടില്ലാത്തവർ വീട് വെച്ച് കൊടുത്തേച്ച് ആ വീട് വെക്കുന്നതിന് താക്കോൽ കൊടുക്കുന്നതിന് താക്കോൽദാന അടക്കം എടുത്ത് ഫ്ലെക്സ് വെച്ചിട്ട് അവനെ അറിയിക്കുക, നാട് മൊത്തം അറിയിക്കുന്നതിന് വീടില്ല. അപ്പൊ അത്തരത്തിലൊരു രീതി ആത്മീയ പാർട്ടി സംവിധാനം ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കൃത്യമായ നിർദ്ദേശം കൊടുത്തത്. അത് എവിടെ വെച്ചാണെന്ന് പോലും നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇന്ന് 30-ലധികം കുഞ്ഞുങ്ങൾക്ക് പാർട്ടിയെ കൊണ്ട് കഴിയാവുന്ന തരത്തിലുള്ള ചെറിയ ധനസഹായം, വിദ്യാഭ്യാസ സഹായം തുടർന്ന് പല കുഞ്ഞുങ്ങളെയും ഞാൻ നോക്കിയപ്പം സ്റ്റേറ്റിന്റെ വൈസ് വർക്കിംഗ് പ്രസിഡന്റ് സെലിൻ മേഡം, ഒരു അധ്യാപികയാണ്, റിട്ടയർ ചെയ്ത കോളേജ് അധ്യാപികയാണ്. 3 ആൺമക്കളുണ്ട്. അവരൊക്കെ സന്തോഷമായി സുഖമായി ജീവിക്കുന്നു. മാഡം രാഷ്ട്രീയ പ്രവർത്തനം ആം ആദ്മിയുടെ വർക്കിംഗ് പ്രസിഡന്റായി വർക്ക് ചെയ്യുകയാണ്. അപ്പൊ ഞാൻ ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് മാഡം പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, വിനോദെ 5 വിദ്യാർത്ഥികളുടെ മുന്നോട്ടുള്ള പഠന ചെലവും ഞാൻ കൊടുക്കാം, പക്ഷെ അത് ആരോടും പറയണ്ടായിട്ട് മാഡം പറഞ്ഞു. ഞാനത് പറഞ്ഞത് അത് മാഡത്തിന് അംഗീകാരമായിട്ട് അറിയണമെന്നുള്ളത് തന്നെയാണ്. അവിടെ ഇരുന്നുകൊണ്ടാണ് മാഡത്തിനോട് പറഞ്ഞത് 5 വിദ്യാർത്ഥികളുടെ മുമ്പോട്ടുള്ള ഭാവി ജീവിതത്തിൽ അവർക്ക് വേണ്ട സാമ്പത്തിക സഹായം, സ്പോൺസർഷിപ്പ് അടക്കം കൊടുക്കാമെന്ന് മാഡം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ ഞാൻ അവിടെ കണ്ട ഏറ്റവും വേദനിപ്പിക്കുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത്, ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ജീവിതം. അത് സാറേ ഒരു കൊച്ചു പറഞ്ഞതാണ്, അതിന്റെ കുഞ്ഞ് വന്നിട്ടുണ്ട്, അതിന്റെ അമ്മയുണ്ട്, പാപ്പ മരിച്ചുപോയി, 2 മുതിർന്ന മക്കളും മരിച്ചുപോയി, അമ്മയും ഒരു ചെറിയ കുഞ്ഞും അതിന്റെ വല്യമ്മയും കൂടിയാണ് അവിടെ വന്നത്. ഇവര് പറഞ്ഞത്, എന്റെ വീടടക്കം 10 സെന്റ് വസ്തു പോയി. നമുക്കിതിനെ തടയാൻ കഴിയില്ലല്ലോ, പ്രകൃതിക്ഷോഭമാണ്, നമുക്ക് ധാരണയും തല കെട്ടി വെക്കാൻ കഴിയില്ല. ചിലർ കളിയാക്കുന്നുണ്ട് കേട്ടോ, അത് ഞാനങ്ങനെ പറയാം. ചിലർ പറയുന്നത് പിണറായി സർക്കാർ വന്നതിന് ശേഷമാണ് ഓക്കി വന്നത്, നിപ്പ വന്നത്, കോവിഡ് വന്നതൊക്കെ പറയുന്നുണ്ട്. അത് ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. അല്ല, ഞാൻ ചിലർ കളിയായിക്കോട്ടെ. പക്ഷേ ദുരന്തം പ്രകൃതി ദുരന്തമാണ്, നമുക്ക് അതിനെ തടയാനൊന്നും കഴിയില്ല, കാരണം അത് സംഭവിക്കുന്നത്. പക്ഷെ ആ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് നാട്ടിലെ ജനങ്ങളെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ചേർത്ത് പിടിക്കേണ്ട ഒരു ബാധ്യത അത് ഭരിക്കുന്ന സർക്കാർ സംവിധാനത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർക്കുണ്ട്. പക്ഷെ കാണുന്ന കാഴ്ച നിന്ന് അവർ പറഞ്ഞത് 10 സെന്റ് വസ്തു പോയി, വീട് പോയി, ജീവിതം പോയി. ഇപ്പോ എല്ലാ ദിവസവും 300 രൂപ വെച്ച് 2 പേർക്ക്, അത് റേഷൻ കാർഡിൽ പേര് വേണം, മുതിർന്ന ആളാകുകയും വേണം. അപ്പൊ ഞാൻ ചോദിച്ചു, ഒരു സ്ത്രീ ഉണ്ട്, അവർക്കൊരു വല്യമ്മയുണ്ട്, കുഞ്ചുണ്ട്, 18 വയസ്സ് കഴിഞ്ഞ് ആരായിരിക്കും നിയമമൊക്കെ എഴുതിയൊക്കെ എനിക്ക് മനസ്സിലാവും. 18 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ 300 രൂപ കൊടുക്കാൻ പറ്റുള്ളൂ. 300 രൂപ കൊടുക്കുന്നേ, 300 രൂപ വെച്ച് 2 പേർക്ക് 600 രൂപ കൊടുക്കുന്നേ, 10,000 രൂപ റെന്റ് കൊടുക്കുന്നുണ്ട്, അത് കൊടുത്തു പോകുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നതല്ല. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്, വയനാട് ദുരന്തമുണ്ടായപ്പോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഇതിനു മുമ്പ് കൈയെട്ട് വാരുകൾ നടന്നിട്ട് പോലും മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധി കോവിഡ് സമയത്തും നിപ്പ സമയത്തും ഉണ്ടാക്കി വെച്ചതിന് ശേഷം ദുരിതാശ്വാസ നിധി അഴിച്ചുകൊണ്ട് പോയതിന് തൃപ്പൂണിത്തറയിൽ 2 ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അറസ്റ്റ് ചെയ്തു.
ദുരിതാശ്വാസ ഫണ്ട് അടിച്ചോണ്ട് പോയായിരുന്നു. പക്ഷെ അപ്പോഴും നമ്മൾ പറഞ്ഞത് എന്താണ്, മുഖ്യമന്ത്രി ദുരിതാശ്വാസ കൊടുത്തേരെ. അതിനെതിരെ വ്യാപകമായ ആക്ഷേപം ഉണ്ടായി. ദുരിതാശ്വാസം തട്ടിപ്പാന്ന് പറഞ്ഞു. പക്ഷേ ഏക മനസ്സോടുകൂടി നിൽക്കേണ്ട സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടി അടക്കം മുമ്പോട്ട് വെച്ച നയം മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ കൊടുക്കണം. എന്താ കാര്യം? മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധി പിണറായി വിജയൻ കൈയിട്ട് വരാനുള്ളതല്ല, മറിച്ച് അത് ചീഫ് സെക്രട്ടറി അടക്കമുള്ളവരുടെ ബാങ്ക് അക്കൗണ്ടിൽ സ്ഥാപിതമായിട്ടുള്ളതാണ്. പക്ഷേ ആ പണമാണ് കോവിഡ് സമയത്ത് അടിച്ചോണ്ട് പോയത്. പക്ഷെ എന്നിട്ട് പോലും നമ്മൾ പറഞ്ഞു, ഒരുപാട് മനുഷ്യർ, സാധാരണക്കാരായ മനുഷ്യർ വിദേശത്ത് നിന്ന് സ്വദേശത്ത് നിന്ന് കോവിഡ് സമയത്ത് കണ്ടല്ലേ ഒരു പാത്തുമ്മ ബീവി എന്ന് പറഞ്ഞ സ്വന്തം ആടിനെ വിറ്റ് കൊടുത്തു. മനുഷ്യൻ മലയാളികൾ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ പൈസ കൊടുത്തതിന് ശേഷം, പണം വന്നതിന് ശേഷം ഇപ്പോഴും ആ മനുഷ്യരെ വാടക വീട്ടിൽ ഇട്ടിരിക്കുന്നതിന് ഉത്തരവാദിത്തമാർക്കാണ് ചോദ്യമല്ലേ? വാടക വീട്ടിൽ അവരെ ഇട്ടിരിക്കുന്ന ഉത്തരവാദിത്തമാർക്ക്. അവർക്ക് എന്തുകൊണ്ട് ഈ പണം? അതുകൊണ്ട് ആം ആദ്മി പാർട്ടി പറയുന്നു, പിണറായി വിജയന്റെ പേരിൽ ഒരു സർക്കാർ കോളനി ഉണ്ടാക്കുക എന്നുള്ളതല്ല വയനാടിന്റെ പുനരധിവാസം. പിണറായി വിജയന്റെ പേരിൽ വയനാട്ടിൽ സ്ഥലം ഏറ്റെടുത്തതിന് ശേഷം ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ, മാർക്സിസ്റ്റുകാരുടെ ഔദാര്യമാണ് എന്ന് പറഞ്ഞ് 100 പേരെ അത് പണിയിപ്പിക്കാൻ പോകുന്ന ഊരാളുകാരനെ കൊണ്ടായിരിക്കും വീട് പണിയിപ്പിക്കാൻ പോകുന്നത്. അവസാനം പണിക്ക് കയറി കിടക്കുമ്പോഴായിരിക്കും മേലിൽ നിന്ന് കമ്പിയും വരയിട്ട് തലമുണ്ടയ്ക്ക് വീട്. കാരണം അമ്മാരി പണിയാണല്ലോ പണിയുന്നത്. അപ്പൊ ഇവർക്ക് താല്പര്യമുള്ള കോൺട്രാക്ട് ഈ വർക്ക് മുഴുവൻ കൊടുത്ത് ഈ നാട്ടിലെ ഓരോ മനുഷ്യരും, സാധാരണക്കാരായ മനുഷ്യർ, അവർക്ക് അവരുടെ കുടുക്ക പൊട്ടിച്ചും അവരുടെ വഞ്ചി പൊട്ടിച്ചും സ്വരുക്കൂട്ടിയതും ആടിനെ വിറ്റതും പശുവിനെ വിറ്റതും ഒക്കെ തുക കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഖജനാവിലേക്ക് കൊടുത്തതിന് ശേഷം ആ പണമെടുത്ത് പിണറായി വിജയന്റെ പേരിൽ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ പേരിൽ കോളനി പണിത് അവിടേക്ക് വന്ന് താമസിച്ചോ എന്ന് പറയുന്ന ഔദാര്യത്തിനാണെങ്കിൽ ആത്മാർത്ഥമായി പറയുന്നു, വയനാട്ടിലെ ആം ആദ്മി സംവിധാനം ഈ വിഷയത്തിൽ സമരത്തിനിറങ്ങും. ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടവൻ ആനുപാതികമായ പണം കൊടുക്കണം, പൈസ കൊടുക്കണം. അതാണ് പുനരധിവാസം. ഞാന് കൊല്ലം സ്വദേശത്ത് ജീവിക്കുന്ന മനുഷ്യനാണ്. ഞാൻ കണ്ടതാണ്. ഓക്കി അതെ, ഇതടിച്ച സമയത്ത്, ചുഴലിക്കാറ്റടിച്ച സമയത്ത് മത്സ്യത്തൊഴിലാളികൾ തീരദേശത്ത് ഒരുപാട് പേരുണ്ട്. ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു ഭംഗിയുണ്ട്. അതിന്റെ രസം വെച്ചാൽ അവര് രാവിലെ എഴുന്നേറ്റ് കാട്ടിൽ, ഫോറസ്റ്റിലോട്ടല്ല അവര് പോകുന്നത് വള്ളത്തിൽ മീൻ പിടിക്കാനാണ്. അവർ രാവിലെ എഴുന്നേറ്റ് സ്യൂട്ടും കൊണ്ടുപോയിട്ട് കോടതിയിലോട്ടല്ല പോകുന്നത്. അവര് പോകുന്നത് രാവിലെ എഴുന്നേറ്റ് വള്ളം നിരക്കി, അവരുടെ മണൽ തീരത്തിരിക്കുന്ന നിരക്കി ഇറങ്ങി. അത് അവരുടെ ജീവിതത്തിന്റെ രീതിയാണ്. എടാ, ഓക്കി അടിച്ച സമയത്ത് കൊല്ലത്തൊരു ഓക്കി കോടതി ഉണ്ടാക്കി വെച്ചു. ഭയങ്കര രസമാണ് കാണണം. 3 നിലയുണ്ട് ഓക്കി. അവരുടെ കെട്ടിടം 4 നില. എടാ, മത്സ്യത്തൊഴിലാളിക്ക് അവന്റെ വള്ളം കൊണ്ട് കെട്ടിയിടാൻ സ്ഥലം നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ തീരദേശത്ത് പോകണം. അവൻ പറയുന്ന എന്താ? അവൻ എപ്പോഴും പറയുന്ന വാക്കെന്ന് പറയുന്നത് ഞങ്ങളെ ഇവിടുന്ന് മാറ്റുക എന്നുള്ളതല്ല. മത്സ്യത്തൊഴിലാളി എപ്പോഴും പറയുന്നത് പുലിമുട്ട് നിർമ്മിക്കണം, കല്ല് കൊണ്ടിടണം, തീരം കയറി വരുമ്പോ അതിനെ പ്രതിരോധിക്കാൻ കഴിയണം. അതാ ചെയ്യണ്ടേ. അല്ലാതെ മത്സ്യത്തൊഴിലാളി പറയാം ഞങ്ങളെ പുനരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവനെ എല്ലാം കൂടെ ബസ്സേ കയറ്റി നേരെ കൊണ്ടുവന്ന് ഇതിൽ കാട്ടി കൊണ്ടുവിടും. അല്ലാതെ ഓഷ്യാൻസിന്റെ ഫ്ലാറ്റ് കൊടുത്ത് വാങ്ങിച്ചു കൊടുക്കാന്നല്ല. അല്ല, പുനരധിവാസം മത്സ്യത്തൊഴിലാളി അതല്ല ആഗ്രഹിക്കുന്നത്. അവൻ ആഗ്രഹിക്കുന്നത് അവൻ ജീവിക്കുന്ന ആവാസ വ്യവസ്ഥയിൽ തീരദേശവുമായി ബന്ധപ്പെട്ട് കടലിനോട് ചേർന്ന് അവന് ജീവിക്കണം. കാരണം അവന്റെ ജീവിതം രാവിലെ എങ്ങനെയാ? അവൻ രാത്രിയിലും രാവിലെ കടലിൽ പോയിട്ട് കയറി വരുന്ന മനുഷ്യനാണ്. അങ്ങനെ ഓക്കി കോളനി ഉണ്ടാക്കി, കൊല്ലത്ത് ഓക്കി കോളനി ഉണ്ടാക്കി വെച്ചു. അവസാനം മത്സ്യത്തൊഴിലാളികളെന്ന് പറഞ്ഞു അവിടെ പോയി കിടന്നോളാം. കൊല്ലത്ത് പോയി നോക്കണം തങ്കശ്ശേരിയിൽ. അവസാനം ഇപ്പൊ അതിനകത്ത് കിടന്ന് പോലെ പട്ടിയും പൂച്ചയും പല്ലിക്കാട്ടും മാത്രമാണ് ആ പരിപാടി. കാരണം ഒറ്റ മനുഷ്യനില്ല. കാരണം അവരെ ഈ വള്ളം കൊണ്ടുവന്ന് അവരോട് പോയി ഫ്ലാറ്റിൽ പോയി താമസിച്ചോളാം. ഫ്ലാറ്റിൽ പോയി താമസിക്കാൻ പറ്റില്ല. കാരണം അവന്റെ ജീവിത രീതി അതല്ല. അവൻ സർക്കാരിനോട് പറയുന്നത്, സർക്കാര് ഞങ്ങളുടെ ജീവിത ആവാസ വ്യവസ്ഥയിൽ ജീവിക്കാൻ ആവശ്യമായ സംരക്ഷണം ഒരുക്കുക എന്ന് പറയുന്നത്. അതിന് പകരം ഞങ്ങൾക്ക് കൊല്ലം ടൗണിൽ കൊണ്ടുപോയി ഫ്ലാറ്റ് ഉണ്ടാക്കിയിട്ട്, ആർട്ടക്കിന്റെ ഫ്ലാറ്റ് ഉണ്ടാക്കിയിട്ട് സെക്യൂരിറ്റിയെ വെച്ച് കയറി താമസിച്ചോളാം പറഞ്ഞ മത്സ്യത്തൊഴിലാളി കയറി താമസിക്കത്തില്ല. കാരണം ഇതാണ് നയം എന്ന് പറയുന്നത്, ഇതാണ് ഭാവന വേണമെന്ന് പറയുന്നത്. അപ്പൊ എന്തിനാ ഫ്ലാറ്റ് ഉണ്ടാക്കിയെന്ന് അറിയാമോ?
ഈ ഫ്ലാറ്റ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റ് അനുവദിക്കപ്പെട്ടത് ഏതാണ്ട് 12 കോടി രൂപയാണ് ഫ്ലാറ്റ് അനുവദിച്ചു കൊടുത്തത്. 12 കോടി രൂപ ഫ്ലാറ്റ് അനുവദിച്ചതിന് ശേഷം ഫ്ലാറ്റ് പണിത് വന്നപ്പോഴത്തേക്ക് ഫ്ലാറ്റിന് ടൈൽ ഇളകാൻ തുടങ്ങി, അതിന്റെ കമ്പി കൊണ്ട് സിമെന്റ് വീഴാൻ തുടങ്ങി. അതായത് ഞാൻ നോക്കിയപ്പം ഞാനൊരു കോളനി പോയതാണ്. അതായത് ഒരു കട്ടിൽ ചുമന്നുകൊണ്ട് ഫ്ലാറ്റിന് 2ാം നില കയറാൻ പറ്റില്ല. കാരണം എന്താ അറിയാമോ, ഇതിന് കൈവരി അങ്ങനെ ഉണ്ടാക്കി ചെയ്യുന്നത്. ഒരു സാധനം ചുമന്നുകൊണ്ട് അവസാനം ഞാൻ നോക്കിയപ്പോൾ ഒരു മനുഷ്യൻ കയറ് കെട്ടി മേലോട്ട് കട്ടിൽ വലിക്കുക. സുനാമി കോളനി, അത് തന്നെ സുനാമി കോളനി. അപ്പൊ എന്തിനാ ഇങ്ങനെ ചെയ്തു വെച്ചെന്നറിയാമോ? അതിന്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ ആ നാട്ടിലെ കോൺട്രാക്ടർമാരും ഈ പാർട്ടി പ്രവർത്തകരും അടിച്ചു മാറ്റാൻ വേണ്ടിയാണ് ഈ പറയുന്ന പദ്ധതി ഉണ്ടാക്കുന്നത്. അല്ലാതെ മത്സ്യത്തൊഴിലാളികളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടല്ല. അത് തന്നെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ തന്നെ സംഭവിക്കാൻ പോകുന്നത്. കേരളത്തിലെ സന്നദ്ധ സംഘടനകൾ, മറ്റ് സാമൂഹ്യ സംഘടനകൾ പറഞ്ഞു ഞങ്ങൾ വീട് വെച്ച് കൊടുക്കാം. സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുന്നില്ല. അവസാനം ഈ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തിട്ട് പറയും സർക്കാർ അവിടെ വീട് വെച്ച് കൊടുക്കുന്നു. ഇന്ന് അവിടെ വന്നവർ മനുഷ്യർ പറഞ്ഞത്, സാറേ ഞങ്ങൾക്ക് അങ്ങനെ വീട് വേണ്ട, ഞങ്ങൾക്ക് കോളനിയായിട്ട് താമസിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മനുഷ്യരല്ലേ, അവന്റെ ഇഷ്ടത്തിന് താമസിക്കാൻ ആഗ്രഹിക്കും. അതിനുവേണ്ടിയല്ലേ മനുഷ്യർ പല സ്ഥലത്ത് പോയി താമസിക്കുന്നത്. പക്ഷെ അത് സമ്മതിക്കുന്നില്ല. കാരണം എന്തിനാ അറിയാമോ? എന്നിട്ട് അവിടെ ഒരു ശിലാഫലം ഉണ്ടാക്കി വിട്ടു. പിണറായി വിജയൻ ഉദ്ഘാടനം, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അധ്യക്ഷൻ, LAC സെക്രട്ടറി സ്വാഗതം എന്ന് പറഞ്ഞ് ജീവിതകാലം മുഴുവൻ ഈ ദുരന്തത്തിന്റെ പേര് പറഞ്ഞ് ജീവിതകാലം മുഴുവൻ ഈ ദുരന്തത്തിന്റെ ഓർമ്മയിൽ അവരെ ജീവിപ്പിച്ച് ശിഷ്ടകാലം മുഴുവൻ ഈ പാർട്ടിയുടെ അടിമകളാക്കുന്നതിന് വേണ്ടിയുള്ള പുനരധിവാസം വയനാടിന് വേണ്ട. മറിച്ച് വയനാടിന്റെ പുനരധിവാസം എന്ന് പറയുന്നത് മനുഷ്യൻ ആഗ്രഹിക്കുന്ന തരത്തിൽ, അവൻ ഇത്രയും കാലം ജീവിച്ച തരത്തിൽ, അവൻ ഇത്രയും കാലം സ്വസ്ഥമായി ജീവിച്ച രീതിയിൽ അവനെ ജീവിപ്പിക്കാൻ കഴിയുന്ന പുനരധിവാസമാണ് വയനാടിന് വേണ്ടത്. ഇത് പറയണ്ടേ? ഇതാണ് ആം ആദ്മി പാർട്ടി പുനരധിവാസം എന്ന് പറയുന്നത്. കൊടുക്കണം, പൈസ കൊടുക്കണം. 50 ലക്ഷം രൂപ കൊടുത്തിട്ട് പറയണം വീട് വാങ്ങി വെച്ച് താമസിക്കാൻ പറയണം. അവൻ ഇഷ്ടപ്പെടുന്നത് വീട് വെച്ച് താമസിക്കും. അല്ലാതെ പിണറായി വിജയന്റെ കോളനി ഉണ്ടാക്കിയിട്ട് മന്ത്രിമാരും MLA-മാരും കരപ്രമാണിമാരുമെല്ലാം അത് ഉദ്ഘാടനം ചെയ്ത് വാദ്യഘോഷം നടത്തി ഷോളിട്ട് ഈ നാട്ടുകാരെ കോമാളികളാക്കാനുള്ള ഈ സംവിധാനത്തിന് പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ നിങ്ങൾ നിന്നുകൊടുക്കരുത്. ആത്മാഭിമാനം വയനാടിനുണ്ടെങ്കിൽ, നിങ്ങളുടെ സഹോദരങ്ങളോട് നിങ്ങൾക്ക് ഐക്യദാർഢ്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളെപ്പോലെ ജീവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഈ പുനരധിവാസ പാക്കേജിനെ എടുത്തിട്ട് പറയണം, ഞങ്ങൾക്ക് നിങ്ങളുടെ ഓശാരം വേണ്ട. ഈ നാട്ടിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന, സ്വദേശത്തും വിദേശത്തും ഈ നാട്ടിൽ ഞങ്ങളെ സ്നേഹിച്ച, ഞങ്ങളോട് ചേർന്ന് നിന്ന തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ ഓരോ മനുഷ്യൻ വണ്ടിയിൽ കയറി, വെള്ളത്തിൽ കയറി, ട്രെയിനിൽ കയറി, വണ്ടി പിടിച്ച് സൈക്കിളിലും സ്കൂട്ടറിലും ഈ മണ്ണിൽ കടന്നു വന്ന് നിങ്ങൾക്ക് ഓരോ സംഭാവന ഉണ്ടെങ്കിൽ അത് ഞങ്ങളെ സ്നേഹിച്ചിട്ടാ അത് തന്നാ മതി എന്ന് പറയണം. ഇതാണ് ഈ പാർട്ടിയുടെ നയം. പിന്നെ ഇവിടെ എനിക്ക് തൊട്ടുമുമ്പ് സംസാരിച്ച നവീനടക്കമുള്ളവർ പല വിഷയങ്ങളിലേക്ക് പോയി. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത്, ഇങ്ങനെ ചെയ്യണമെങ്കിൽ, ഇങ്ങനെ ജനങ്ങളുടെ പ്രശ്നത്തെ അഭിമുഖീകരിക്കണമെങ്കിൽ ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുന്ന ജനകീയ ഗവൺമെന്റുകൾക്ക് സാധാരണക്കാരനോട് സ്നേഹമുണ്ടാവണം, സാധാരണക്കാരനോട് ഐക്യദാർഢ്യം ഉണ്ടാവണം. സാധാരണക്കാരൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംവിധാനത്തിന് മാത്രമേ പാവപ്പെട്ടതിന്റെ പ്രയാസം അറിയത്തുള്ളൂ. KSEB അങ്ങനെയല്ലേ? ആം ആദ്മി പാർട്ടി കേരളത്തിൽ ഏറ്റെടുത്തിരിക്കുന്ന ഏറ്റവും ജനകീയമായ വിഷയമായതുകൊണ്ട് അതുകൂടെ പറഞ്ഞു പോകാതിരിക്കാൻ കഴിയില്ല. എനിക്കറിയാം, തണുത്ത കാറ്റൊക്കെ അടിച്ചുകൊണ്ട് ജേക്കബ് സാറിനോട് പറഞ്ഞു, വിനോദ ഇന്നലത്തെ പോലെ കോഴിക്കോടത്തെ പോലെ 1.25 മണിക്കൂർ പ്രസംഗിക്കരുത്, കാരണം തണുത്ത കാറ്റടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കും. പക്ഷെ KSEB വിഷയം പറയണം. എന്താ KSEB വിഷയം? പ്രിയപ്പെട്ടവരെ കേൾക്കണം, ചേട്ടാ കേൾക്കണം കേട്ടോ. കേരളത്തിൽ കറണ്ട് കൊടുക്കുന്നത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. അതിന്റെ പേര് മാറ്റിയിട്ടുണ്ട് ഞങ്ങള്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് അല്ല, കേരള സ്റ്റേറ്റ് കുറുവാ സംഘം എന്നാക്കിയിട്ടുണ്ട്. കള്ളന്മാരുടെ സംവിധാനം. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന പല മനുഷ്യരും KSEB-യിൽ വർക്ക് ചെയ്യുന്നവരും അല്ലെങ്കിൽ KSEB-യിലെ വീട്ടുകാരും ഒക്കെ ഇവിടെ ഉണ്ടാവും. വ്യക്തിപരമായി ആരെയും ആക്ഷേപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിരിക്കണം. കറണ്ട്